നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മൾ അഡിഷൻ്റെ കേസും സബ്ട്രാക്ഷൻ്റെ കേസും നോക്കി. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണ്. എക്സാമ്പിൾ എടുത്തു. 3/5, 4/5 രണ്ട് റാഷണൽ നമ്പേഴ്സ്. ഇത് എ ആയിട്ട് കരുതി ബി ആയിട്ട് എടുത്തു. എ ഇൻറ്റു ബി നോക്കാം. അപ്പോൾ 3/5 ഇൻറ്റു 4/5 അല്ലേ. മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 4s 12 ഡിവൈഡഡ് ബൈ 25 എന്ന് വന്നല്ലേ. അടുത്തത് ബി ഇൻറ്റു എ ചെയ്യണം. ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ 4/5 ഇൻറ്റു 3/5 ഇസ് ഈക്വൽ ടു 4 3s 12 ഡിവൈഡഡ് ബൈ 25. രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് കിട്ടി. അതുകൊണ്ട് അതായത് എ എന്ന് പറഞ്ഞു ബി എന്ന് പറഞ്ഞ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തു. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് നമുക്ക് കിട്ടിയല്ലേ. അതായത് എ എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തു. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് കിട്ടി. Therefore, multiplication is commutative for rational numbers എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നമ്മൾ ഡിവിഷൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. 3/5 4/5. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എത്രയാണ് 3/5 ഡിവൈഡഡ് ബൈ ബി 4/5 ഇസ് ഈക്വൽ ടു 3/5. ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷനായി. അടുത്ത നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലേ. 5/4 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ 5 കട്ട് ചെയ്യാം അല്ലേ. ഇപ്പോൾ ബാലൻസ് എത്രയുണ്ട് 3/4 എന്ന് കിട്ടി. അടുത്തത് ബി ഡിവൈഡഡ് ബൈ എ നോക്കാം. ബി എത്രയാണ് 4/5 ഡിവൈഡഡ് ബൈ എ എത്രയാണ് 3/5 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ഇവിടെ ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആവും. അടുത്ത നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അതായത് 5/3 എന്ന് വന്നു. 5ഉം 5ഉം കട്ട് ചെയ്യാം. ബാക്കി എത്രയുണ്ട് 4/3 എന്ന് വന്നു. ആദ്യം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു 3/4 ആയിരുന്നു. ഇപ്പോൾ കിട്ടിയത് 4/3 ആയിരുന്നു. നോട്ട് ഈക്വൽ ആണല്ലോ രണ്ടും. Therefore A/B നോട്ട് ഈക്വൽ ടു B/A എന്ന് കിട്ടി. അതായത് എ എന്ന് പറഞ്ഞു ബി എന്ന് പറഞ്ഞ റാഷണൽ നമ്പേഴ്സ് എടുത്തു. എ ഡിവൈഡഡ് ബൈ ബിയും ബി ഡിവൈഡഡ് ബൈ എയും എന്താണ് നോട്ട് ഈക്വൽ ടു ആണ്. എ ആണ്, ബി നോട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു ഫോർ റാഷണൽ നമ്പേഴ്സ്. ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് ആണ്.